സാംസങ്ങിന്റെ ഏറ്റവും പേര് കേട്ട സാംസങ് A52s ഈ ഒരു സ്മാർട്ട് ഫോണും നമ്മുടെ സ്വന്തം നത്തിങ് ഫോൺ 1ഉം ഇവർ രണ്ടും തമ്മിൽ എന്താ പറയുക ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ആൻഡ് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഈ രണ്ടെണ്ണത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് അറിയാൻ പറ്റും. ആൻഡ് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. സോ ഓരോ പ്ലസ് പോയിന്റുകൾക്ക് ഞാൻ ഓരോ പോയിന്റ് വെച്ച് കൊടുക്കുമായിരിക്കും. സോ ഈ സൈഡിലാണ് സാംസങ്ങിന്റെ ഗാലക്സി A52s 5Gയുടെ പോയിന്റ്സ് ആൻഡ് ഈ സൈഡിലാണ് നമ്മുടെ നത്തിങ് ഫോൺ 1ന്റെ പോയിന്റ്സ്. ഡിസ്പ്ലേ 6.5 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്, 6.55 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. സോ A52Sനകത്ത് 6.5 ഇഞ്ചിന്റെ ഒരു സൂപ്പർ ആമോലെഡ് സ്ക്രീൻ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ ഒരു ഫിക്സഡ് റിഫ്രഷ് റേറ്റ് വരുന്നു. ആൻഡ് കളേഴ്സ് വളരെ പഞ്ചിയാണ് ആൻഡ് ഒടുക്കത്തെ നല്ലൊരു ബ്രൈറ്റ്നസ് ലഭിക്കുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ആൻഡ് ഒരു സെന്ററിലായിട്ടാണ് പഞ്ച് ഹോൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നത്തിങ് ഫോൺ 1 കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ വൈഡ് ആണ്. 6.55 ഇഞ്ചിന്റെ OLED പാനലാണ് വരുന്നത് ആൻഡ് 120 ഹെർട്സിന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉണ്ട്. സോ 60 അല്ലെങ്കിൽ 120 ടോഗിൾ ചെയ്യാൻ പറ്റും. ആൻഡ് കളേഴ്സ് കമ്പയർഡ് ടു സാംസങ് കുറച്ചുകൂടി പഞ്ചിനെസ് കുറവാണ്, കൈൻഡ് ഓഫ് ഒരു സ്റ്റാൻഡേർഡ് കളർ എന്ന് പറയാം. പക്ഷേ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ നത്തിങ് ഫോൺ 1 500 നിറ്റ്സ് വരെയാണ് മാക്സിമം പോകുന്നത്. പക്ഷേ നമ്മുടെ A52s ആണെങ്കിൽ അതിലും കുറച്ചുകൂടെ പോകും. സോ ഔട്ട് സൈഡിലൊക്കെ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ബ്രൈറ്റ്നസിൻ്റെ കുറവ് നമുക്ക് ഈ രണ്ട് ഫോണുകളിലും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് നത്തിങ് ഫോണിൽ നമുക്കൊരു സൈഡ് പഞ്ച് ഹോളാണുള്ളത്. സോ ഓവറോൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ A52s ആയിരിക്കും ഇതിനേലും പ്രിഫർ ചെയ്യുന്നത്. A52s 5Gയുടെ ബിൽഡ് നോക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്, പ്ലാസ്റ്റിക് ബിൽഡാണ്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും ചെറിയ രീതിയിൽ വെയർ ആൻഡ് ടയർ ഒക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ. സോ കേസ് നിർബന്ധമായിട്ടും ഇട്ടിരിക്കണം. അതുപോലെ തന്നെ ഇത് IP68 റേറ്റഡ് ആണ്. സോ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാനായിട്ട് പറ്റും, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോണാണ്. ഏകദേശം 186-187 ഗ്രാം ആ ഒരു രീതിക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. അതുകൊണ്ട് ഓവറോൾ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോണാണ് A52s. എന്നാൽ നത്തിങ് ഫോണിൻ്റെ കേസിൽ അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്, റീസൈക്കിൾഡ് അലുമിനിയം ഫ്രെയിം ആണ് വരുന്നത്. പ്ലസ് ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 5 ആണ്. യെസ്, ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. ഒരു ബോക്സി ഡിസൈൻ ആണ്. A52Sനെല്ലാം കുറച്ചുകൂടി തടിയാണ് ഈ ഒരു ഫോണിനുള്ളത്. ആൻഡ് ഇതിൻ്റെ IP റേറ്റിംഗ് നോക്കുവാണെങ്കിൽ IP53 ആണ്. സോ വെള്ളത്തിൽ മുക്കുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് നടക്കില്ല. പക്ഷേ ഓവറോൾ രണ്ട് ഫോണിൻ്റെയും ബിൽഡ് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രീമിയംനെസ് തോന്നിക്കുന്നത് ഡെഫിനറ്റ്ലി നത്തിങ് ഫോൺ 1 ആണ്. സോ ഈ ഒരു കാറ്റഗറിയിൽ ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ കൊടുക്കുന്ന കാശിന് കുറച്ചുകൂടി മൂല്യം ലഭിക്കുന്നത് നത്തിങ് ഫോൺ 1ലാണ്. ഇനി ഫിസിക്കൽ ഓറിയോ നോക്കുവാണെങ്കിൽ രണ്ടെണ്ണത്തിലും മുകളിൽ നോയ്സ് ക്യാൻസലേഷൻ സെക്കൻഡറി മൈക്രോഫോൺ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പവർ ബട്ടനും വോളിയം റോക്കേഴ്സും റൈറ്റ് സൈഡിലാണ് വരുന്നത്. നത്തിങ് ഫോൺ 1ൽ പവർ ബട്ടൺ റൈറ്റ് സൈഡിലും അതേപോലെ വോളിയം റോക്കേഴ്സ് ലെഫ്റ്റ് സൈഡിലുമാണ് വരുന്നത്. ആൻഡ് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് A52Sനകത്തൊരു ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്ത് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നില്ല. ആൻഡ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് A52Sൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് സ്ലോട്ടാണ്. സോ നിങ്ങൾക്കൊരു മെമ്മറി കാർഡ് ഇട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. നത്തിങ് ഫോൺ 1ൽ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ടും പറ്റുന്നില്ല. A52Sന്റെ ബേസ് വേരിയൻറ്റ് 6GB റാമും 128GB സ്റ്റോറേജ് ആണ്. പക്ഷേ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് എന്ന് പറയുന്നത് 8GB റാമും 128 ആണ്. ആൻഡ് ഹയർ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 12GB റാമിൻ്റെ ഓപ്ഷൻ വരെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് 8GB 128 ആണ് ഹയസ്റ്റ് വേരിയൻറ്റ്. സോ വേരിയൻറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സ്പെക്ഡ് ആയിട്ടുള്ളത് നത്തിങ് ഫോൺ 1 ആണ്. ഇനി കമ്മിങ് ടു പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 778G പ്ലസ് ചിപ്സെറ്റ്, സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റ്. ആക്ച്വലി ഗീക്ക് ബെഞ്ച് സ്കോറൊക്കെ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒപ്പത്തിനോടൊപ്പമാണ്. ഒരെണ്ണത്തിൽ സിംഗിൾ കോർ കൂടുതലാണെങ്കിൽ മറ്റേതിൽ മൾട്ടി കോർ കൂടുതലായിരിക്കും. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും BGMIക്ക് ഈക്വലി സെയിം സെറ്റിങ്സിലാണ്. എനിക്ക് തോന്നുന്നു സ്മൂത്ത്, എക്സ്ട്രീമും അതേപോലെ തന്നെ HDR അൾട്ര ഇതിൽ തന്നെയാണ് രണ്ടെണ്ണവും കളിക്കാനായിട്ട് പറ്റുന്നത്. സോ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഒരേ ഒരു വ്യത്യാസം കണ്ടതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോഴ്സിനകത്ത് ഇതിനകത്ത് ഒരു കോറിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിഫറൻസ് ഒന്നും പെർഫോമൻസിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഇല്ല. സോ ഈക്വലി ഗുഡാണ് രണ്ടെണ്ണത്തിൻ്റെയും പെർഫോമൻസ്. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് സാംസങ്ങിൻ്റെ 1 UI ആണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നതിന് ശേഷം 1 UI 4.1 വെർഷൻ ആൻഡ്രോയിഡ് 12ലാണ്. ഇതിനകത്ത് നത്തിങ് OS ആണ്. നത്തിങ് OSൻ്റെ ഏറ്റവും അവരുടെ ഫസ്റ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വെർഷൻ പ്ലസ് ആൻഡ്രോയിഡ് 12ലാണ് ഇത് രണ്ടും ഓടുന്നത്. നമ്മൾ OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നിക്കും നത്തിങ് OS. കാരണം ഈ ഒരു സാധനത്തിനകത്തുണ്ടല്ലോ ഇത് നിങ്ങൾ ഇനിഷ്യലി മേടിക്കുന്ന സമയത്ത് നിങ്ങൾ നെറ്റിൽ സിമ്മ് ഇടാതെ നെറ്റും കണക്ട് ചെയ്യാണ്ട് ഫോൺ ഓണാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ കണക്ട് ചെയ്യുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടമാന സാധനങ്ങൾ ഡൗൺലോഡ് ആകും. ഗാലക്സി ആപ്പ് സ്റ്റോർ വേറെ സെപ്പറേറ്റ് ഉണ്ട്, മോജ് ജോഷ കണ്ടമാന സാധനങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ്സ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, പുഷ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഈവൻ നിങ്ങൾ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വെച്ച് രാത്രി ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ പുതിയ 2 ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ ബ്ലോട്ട് വെയറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
ആണ്. ഇതിനകത്ത് ഒരൊറ്റ ബ്ലോട്ട്വെയർ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പ്യുവർ സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ എക്സ്പീരിയൻസ് ലഭിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഭയങ്കര സ്നാപ്പി ആയിട്ട് ഇതിനകത്ത് തോന്നും നമ്മുടെ ഈ ഒരു A52s-ലും. സോ ഓവറോൾ UI ഒപ്റ്റിമൈസ്ഡും ഓവറോൾ ബഗ്ഗില്ല എന്നല്ല കേട്ടോ, രണ്ടെണ്ണത്തിലും അതിൻ്റേതായിട്ടുള്ള ബഗ്സ് ഉണ്ട്. പക്ഷേ ഓവറോൾ ഒപ്റ്റിമൈസ്ഡ് UI കൊടുക്കുന്ന കാശിന് എനിക്ക് തോന്നുന്നു നത്തിങ് ഫോൺ 1 തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പോയിന്റ് പോകുന്നത്. കമ്മിങ് ടു ക്യാമറ, ഇവിടെയാണ് ഭയങ്കര സംശയം എനിക്കുള്ളത്. കാരണം A52s-നകത്ത് 64 MP പ്രൈമറി ക്യാമറ, 12 MP അൾട്രാ വൈഡ്, ഒരു 5 MP മാക്രോ, പിന്നെ ഒരു ഡെപ്ത് ക്യാമറ ഉണ്ട്. ഇതിനകത്ത് 2 ക്യാമറയേ ഉള്ളൂ. ഒരു 50 MP പ്രൈമറി ക്യാമറ, ഒരു 50 MP അൾട്രാ വൈഡ് ക്യാമറ, അത് തന്നെ മാക്രോ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടെണ്ണത്തിലെടുത്ത ഫോട്ടോസ് എന്ന് പറയുന്നത് ഒപ്പത്തിനൊപ്പം പ്രശ്നക്കാരാണ്. നത്തിങ് ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം കുറച്ച് വാം സൈഡിലേക്കാണ്, A52s എടുക്കുന്ന ഫോട്ടോസ് എല്ലാം കുറച്ച് കൂൾ സൈഡിലേക്കാണ്. ഡീറ്റെയിൽസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ചില ഫോട്ടോസിൽ നത്തിങ് ഫോണിൽ കുറച്ചുകൂടെ ബെറ്റർ ഡീറ്റെയിൽസ് വരും, എന്നാൽ ചില ഫോട്ടോസിൽ നമുക്ക് A52s ബെറ്റർ ഡീറ്റെയിൽസ് വരും. അതുകൊണ്ട് ആൻഡ് കളറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ HDR മീൻസ് ക്ലൗഡ്സും അതേപോലെ ബാക്കിൽ നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒട്ടുമിക്ക സിറ്റുവേഷൻസിലും നത്തിങ് ഫോൺ 1 വളരെ നന്നായിട്ട് വരുന്നുണ്ട്. A52s ചില സ്ഥലങ്ങളിൽ പ്രശ്നക്കാരാണ്. സോ ഓവറോൾ പ്രൈമറി ക്യാമറയിൽ ഫോട്ടോസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 1 ആ ഒരു വാം ടോൺ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് A52s വെച്ച്. പക്ഷേ വീഡിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് 4K 30 എടുക്കാൻ പറ്റും, ഇതിനകത്തും 4K 30 എടുക്കാൻ പറ്റും, ഇതിനകത്തും 1080p 60 എടുക്കാം, ഇതിനകത്തും 1080p 60 എടുക്കാം. പക്ഷേ 1080p 60 വീഡിയോസ് A52s കുറച്ചുകൂടെ സ്മൂത്താണ്. രണ്ടെണ്ണത്തിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിലും രണ്ടെണ്ണത്തിലും സ്മൂത്ത് ആണെങ്കിലും ഇതിനകത്ത് നമ്മളിങ്ങനെ തിരിക്കുന്ന സമയത്ത് ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് അല്ലെങ്കിൽ ജെർക്കിംഗ് വരുന്നില്ല. ഇതിനകത്ത് ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ വീഡിയോ സ്മൂത്ത്നെസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് A52s ആണ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ എഗെയിൻ HDRൻ്റെ കാര്യത്തിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ലൈറ്റും കോൺട്രാസ്റ്റും ഷാഡോസും ഹൈലൈറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത് നത്തിങ് ഫോൺ 1 ആണ്. സോ വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ് രണ്ടെണ്ണത്തിന് വീഡിയോഗ്രഫിയുടെ കാര്യത്തിൽ. എന്നാൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി സാംസങ്ങിനാണ് പോയിന്റ് ലഭിക്കുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നൈറ്റ് പ്രോസസ്സിങ് ഫോട്ടോസിൻ്റെ. നത്തിങ് ഫോൺ 1 നൈറ്റ് ഫോട്ടോസ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അൾട്രാ വൈഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നത്തിങ് ഫോൺ 1 അൾട്രാ വൈഡും പ്രൈമറിയും തമ്മിൽ ചെറിയൊരു കളർ ഷിഫ്റ്റ് ഉണ്ടെങ്കിലും ഈ രണ്ട് ഫോണുകളുടെ അൾട്രാ വൈഡ് കമ്പയർ ചെയ്യുവാണെങ്കിൽ എഡ്ജസിൽ കുറച്ച് എസ്ഫെറിക്കൽ ബെൻഡിങ് കാര്യങ്ങളൊക്കെ നത്തിങ് ഫോൺ 1 നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സൈഡുകളൊക്കെ ലേശം ഔട്ട് ഓഫ് ഫോക്കസ് അല്ലെങ്കിൽ ലേശം വളഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് A52s. അതുകൊണ്ട് അൾട്രാ വൈഡ് ക്യാമറയിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നത്തിങ് ഫോൺ 1 ആണ്. ആൻഡ് മാക്രോ ക്യാമറയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. 5 MP മാക്രോ ക്യാമറ വേഴ്സസ് 50 MP അൾട്രാ വൈഡ് 12 എടുക്കുന്ന ഫോട്ടോസ് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെയും നത്തിങ് ഫോൺ 1 ക്യാമറയിൽ ആ ഒരു കാര്യത്തിലും പോയിന്റ് ലഭിക്കുന്നത്. പക്ഷേ അൾട്രാ വൈഡിൽ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിൽ 1080p 30 മാത്രമേ അൾട്രാ വൈഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 1080p 60 എടുക്കാൻ പറ്റും. പക്ഷേ മെയിൻ ക്യാമറയിൽ കണ്ട ആ ഒരു ചെറിയ ഷട്ടറിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ ഇല്ല, അത് ഇതിനകത്തുണ്ട്. സോ ഈക്വൽ. എന്നാൽ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ A52s 32 MP ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. നത്തിങ് ഫോൺ 1 16 MP ഫ്രണ്ട് സെൽഫി ക്യാമറയാണ്. പക്ഷേ സെൽഫീസിൻ്റെ കാര്യത്തിൽ സാംസങ്ങിൻ്റെ ലേശം പൂശലുണ്ട്. നത്തിങ് ഫോൺ 1 കമ്പാരിറ്റീവ്ലി മുഖത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ഓവറോൾ മെഗാ പിക്സൽസ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഷാർപ്പനിങ് നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഫ്രണ്ടിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് 1080p 30 FPS ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് 1080p 60 FPS ഉണ്ട്. പക്ഷേ 1080p 30 FPS എടുക്കുന്ന ഇതിൻ്റെ വീഡിയോസ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ലൈറ്റ് മാനേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു 32 MP 1080p 60-നേക്കാളും. ഈവൻ ബാക്ക്ഗ്രൗണ്ട്സ് നോക്കുവാണെങ്കിൽ ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ലൈറ്റ് ആണെങ്കിൽ ഓവർ ബ്ലോൺ ആയിരിക്കുമ്പോൾ പുറകിലെ ബിൽഡിങ്സിൻ്റെ വിൻഡോസ് എല്ലാം നമുക്ക് നത്തിങ് ഫോൺ 1 കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിനേലും. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പല സിനാരിയോസിലും ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് വരുമ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുമ്പോഴൊക്കെ നത്തിങ് ഫോൺ 1 നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട്സ് ആണ് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും വന്നത്. ആൻഡ് അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറ സെൽഫിയുടെ കാര്യം നോക്കുവാണെങ്കിൽ നൈറ്റ് സമയത്തൊക്കെ അത്രയ്ക്ക് പോരാ കേട്ടോ. നത്തിങ് ഫോൺ 1 സെൽഫീസിൽ നല്ല രീതിയിൽ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ലോ ലൈറ്റിൽ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ A52s ബെറ്റർ ആണ്. കമ്മിങ് ടു ബാറ്ററി കപ്പാസിറ്റി, 4500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് രണ്ട് ഫോണിലുള്ളത്. ഇതിനകത്ത് 25 വാട്ടിൻ്റെ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളൂ. ഇതിനകത്ത് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് 15 വാട്ടിൻ്റെ ഇൻബോക്സ് ചാർജർ വരുന്നുണ്ട്. ഇതിനകത്ത് USB Type-C to Type-C കേബിൾ മാത്രമേ വരുന്നുള്ളൂ, ചാർജർ വരുന്നില്ല. പക്ഷേ ഓവറോൾ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഈവൻ ഒരു രക്ഷയില്ല കേട്ടോ. ഏകദേശം എനിക്ക് 7 മണിക്കൂർ വരെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം ഇതിനകത്ത് സുഖമായിട്ട് ലഭിക്കുന്നുണ്ട്. രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിനകത്ത് 120 Hz ഇട്ടാൽ അതിൽ തന്നെ നിൽക്കും. പക്ഷേ ഇതിനകത്ത് 120 ഇട്ടാൽ 120 or 60 ആയിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും.
ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടമാനം ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണം, കണ്ടമാനം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ബാറ്ററി അവിടെ പോകും. ഇതിനകത്ത് ആ പരിപാടികളൊന്നുമില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ വളരെ പവർ സേവിംഗ് ആണ്. പ്ലസ് ഇതിനകത്ത് ഇൻ്റലിജൻറ്റ് ബാറ്ററി മാനേജ്മെൻ്റ് ഒക്കെ ഇല്ലേ നമ്മുടെ ഗൂഗിളിൻ്റെ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ഇതിനകത്ത് അതൊന്നും ലഭിക്കുന്നില്ല. ഓവറോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഇത് എത്രയോ ബെറ്ററാണ്. ഇത് ഏകദേശം 6 മണിക്കൂർ കിട്ടുമെങ്കിൽ ഇത് 7 മണിക്കൂറോളം കിട്ടും. ഇനി സെക്യൂരിറ്റി വൈസ് ഇതിനകത്ത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ചിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നോക്ക് സെക്യൂരിറ്റി ലഭിക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്, ഒപ്റ്റിക്കലാണ്. പക്ഷേ നത്തിങ് ഫോണിൻ്റെ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കുറച്ചുകൂടി ഫാസ്റ്റാണ് A52s വെച്ച് പല സമയങ്ങളിലും കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ A52sൻ്റെ ഫ്രണ്ട് ക്യാമറ ഫേസ് അൺലോക്ക് വളരെ ഫാസ്റ്റാണ്. നത്തിങ് ഫോണിൻ്റെ ഫേസ് അൺലോക്ക് പലപ്പോഴും എനിക്ക് മിസ്സാവാറുണ്ട്, വർക്ക് ചെയ്യാറില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, പ്രോപ്പറായിട്ട് ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. സോ ഫേസ് അൺലോക്കിൻ്റെ കാര്യത്തിൽ A52s ഈസ് ബെറ്റർ. രണ്ട് ഫോണും OLED ഡിസ്പ്ലേ ആണ് എന്നുള്ളതുകൊണ്ട് ഓക്കെ, OLED എന്ന് ഉദ്ദേശിച്ചത് ആമോയിലും അത് OLED തന്നെയാണ്, ഇതിനകത്ത് OLED തന്നെയാണ്. ജസ്റ്റ് ഇതിനകത്ത് ആക്റ്റീവ് മെട്രിക്സ് ആണ്, ഇതിനകത്ത് നോർമൽ ഓർഗാനിക് LED ആണ്. അതുകൊണ്ട് തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. എന്നാൽ നത്തിങ് ഫോൺ 1ൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിങ്ങനെയാണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള ഫോട്ടോസ് ഇഷ്ടമുള്ള രീതിക്ക് അങ്ങനെയൊക്കെ ആക്കാനായിട്ട് പറ്റും. സോ കസ്റ്റമൈസേഷൻ ഇസ് ബെറ്റർ. പക്ഷേ ഹാപ്റ്റിക്സിൻ്റെ കാര്യം വരുമ്പോൾ, ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വൈബ്രേഷൻ ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ വരില്ലേ, അത് നത്തിങ് ഫോൺ 1ൽ വളരെ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു പ്രീമിയം ലെവൽ ഓഫ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. ഇനി പറയാൻ പോകുന്ന കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഇതിനെ അട്ടപ്പടല അടിച്ചു തെറിപ്പിക്കാം. വേറൊന്നുമല്ല, ബാക്ക് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വയർലെസ് ചാർജിങ് ലഭിക്കുന്നുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ലഭിക്കുന്നില്ല. 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ലഭിക്കുന്നുണ്ട്, അതിൽ ലഭിക്കുന്നില്ല. പ്ലസ് ഗ്ലിഫ് ഇൻ്റർഫേസ്, അതായത് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ക്യാമറ എൻ്റെ ലൈറ്റ് പരിപാടി ഗ്ലിഫ് ഇൻ്റർഫേസിന് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ അല്ല, ഇതിനകത്ത് ഇല്ലാത്തതല്ലേ. ഇതിന് 3.5mm പോയിൻ്റ് കൊടുത്തുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഗ്ലിഫിനൊരു പോയിൻ്റ് കൊടുക്കാം. സോ ഓവറോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്സ്. പക്ഷേ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ A52s ഇപ്പോൾ ഏകദേശം 29,000 റുപ്പീസിന് 8GB 128 ലഭിക്കുന്നുണ്ട്. ആ ഒരു സെയിം 8GB 128 മോഡൽ നത്തിങ് ഫോൺ ഉണ്ട് ഏകദേശം ഒരു 33,000ൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ കുറച്ച് എമൗണ്ട് അവിടെ പോകുന്നുണ്ട്. സോ ഓവറോൾ നിങ്ങൾ ഈ ഒരു പോയിന്റുകളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ്, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ഈ രണ്ട് ഫോണുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം രണ്ടും ഈക്വലി ഈ ഒരു സമയത്ത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു കമ്പാരിസനെ കുറിച്ച്? പിന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. ചില ആൾക്കാർക്ക് കൂൾ ടോൺ ഫോട്ടോസ് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ എനിക്ക് വാം ടോൺ ഫോട്ടോസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ ഫോട്ടോസിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു നിങ്ങൾ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലും ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.